നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഈ പൂയം നക്ഷത്രക്കാരെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ്. കൃത്യനിഷ്ഠയും സത്യസന്ധതയും ആത്മാർത്ഥതയും കൂടുതലുള്ള ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. അഷ്ടമശനിയുടെ കാലഘട്ടം നിലനിൽക്കുന്നതുകൊണ്ടും ജന്മരാശിയിലാണെങ്കിൽ കേതു നിൽക്കുന്നതുകൊണ്ടും കൂടാതെ മാർച്ച് 15-ാം തീയതിക്ക് ശേഷമാണെങ്കിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യനും അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകിച്ച് ജീവിത അനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധിക്കണം. ശാരീരികമായിട്ടുള്ള ക്ലേശതകൾ വരാതെ ശ്രദ്ധിക്കണം. ഈ മാർച്ച് മാസത്തിൽ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കാരണം കർമാധിപതിയായിരിക്കുന്ന ശുക്രന് അഷ്ടമഭാവസ്ഥിതി വരുന്നതും നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരനും അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ടും തൊഴിൽ മേഖലകളിൽ കർമ്മ മേഖലകളിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് കർമ്മസംബന്ധമായിട്ട് മത്സരങ്ങളെ നേരിടേണ്ടതായിട്ട് വരുമെങ്കിലും വളരെയധികം ശ്രദ്ധയോടെ ദീർഘവീക്ഷണത്തോടെ മുന്നോട്ട് പോകണം. കർമ്മസംബന്ധമായിട്ട് ഈ ഒരു സമയങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. കാരണം വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ ബുധൻ നോക്കുന്നതുകൊണ്ടും 5-ാം ഭാവനാഥനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്ക് നോക്കുന്നതും വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാൻ കഴിയുന്നതും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. ഇനി കുടുംബപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിലും കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. എന്നാലോ ഭാര്യാഭർത്തൃബന്ധങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ വരാതെ തർക്കങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ നല്ലതാണ്.